ഗസയിൽ ഇസ്രായേലിൻ്റെ ക്രൂരത 100 നാളുകൾ പിന്നിടുകയാണ്. നടക്കുന്നത് ശരിയായ വംശഹത്യയാണെന്ന് ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര കോടതിക്ക് മുമ്പാകെ. യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതയും കൂടുതൽ ശക്തമായിരിക്കുന്നു. ചെങ്കടലിൽ അമേരിക്കയും ബ്രിട്ടനും നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി ഉറപ്പാണെന്ന് ഹൂത്തികൾ പറയുന്നു. എങ്ങോട്ടാണ് ഈ യുദ്ധത്തിൻ്റെ പോക്ക്? വീക്കെൻഡ് അറേബ്യ ആരായുന്നു. കഠിനയാതനകളുടെ 100 ദിനങ്ങൾ, എങ്ങും കഫൻ പുടവുകളുടെ നീണ്ട നിരകൾ. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 23,000 കടന്നിരിക്കുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നല്ലൊരു അന്ത്യസംസ്കാരം പോലും ലഭിക്കാതെ കുന്നുകൂടിക്കിടക്കുന്നത് 8,000-ഓളം മൃതദേഹങ്ങൾ. പരിക്കേറ്റ് ജീവിതത്തിനും മരണത്തിനുമിടയിലെ നൂൽപ്പാലത്തിൽ കുരുങ്ങിക്കിടക്കുന്നതാകട്ടെ 60,000-ലേറെ മനുഷ്യരും. ഒരു സുരക്ഷാ കേന്ദ്രം പോലും ബാക്കി വെക്കാതെ പ്രാകൃത സയനിസ്റ്റ് പക ചുരമന്തുമ്പോൾ ആത്മരക്ഷാവാദം ഉന്നയിച്ച് എല്ലാ ക്രൂരതകൾക്കും മറയിടുകയാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങൾ. വംശീയ അക്രമം 3 മാസവും ദിവസങ്ങളും പിന്നിട്ടിരിക്കുകയാണ്. ഇന്നും അവിടെ സിവിലിയന്മാർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 24,000 പേരെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയിരിക്കുന്നത്. ഇതിലേറെയും 10,000-ലധികം പേർ പിഞ്ചു കുട്ടികളാണെന്ന് ഓർക്കണം. വൃദ്ധന്മാർ, സ്ത്രീകൾ, ഇങ്ങനെ സാധാരണക്കാരായ സിവിലിയന്മാരെ കൊന്നൊടുക്കുമ്പോൾ ഗാസയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിന് മുന്നിൽ സമാധാനകാംക്ഷികൾ ആകാംക്ഷ പുലർത്തിക്കൊണ്ട് ശാന്തി പടരാൻ ആഗ്രഹിക്കുമ്പോൾ ലോകം എന്തെടുക്കുകയാണ്? തീർച്ചയായും നടുക്കുന്ന വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. ഐക്യപ്പെടേണ്ട രാജ്യങ്ങൾ നയതന്ത്ര സമ്മർദ്ദത്തിന് കെഞ്ചുന്നതും ഇതേ വൻശക്തി രാജ്യങ്ങളോട് തന്നെ. 3/4 നൂറ്റാണ്ടിൻ്റെ കൊടിയ ദുരിതപർവം ഒക്ടോബർ 7 ചുരുക്കിക്കെട്ടുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പലതും. സഹായം ഉറപ്പാക്കാനുള്ള UN രക്ഷാസമിതി പ്രമേയത്തിന് പോലും സംഭവിച്ച ഗതികേട് നാം കാണുന്നു. ഗസയിലെ ഒടുങ്ങാത്ത നിലവിളികൾ നമ്മെ തെല്ലും അലോസരപ്പെടുത്താത്ത 100 ദിനങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. പരിഷ്കൃത സമൂഹമെന്നാണ് നാം മേനി നടിക്കാറ്. നമുക്ക് മുന്നിലാണ് നിത്യവും 200 പേരെ വരെ കൊന്നുതള്ളി ഇസ്രായേൽ യുദ്ധം തിമർക്കുന്നത്. എത്ര കാലം ഈ കുരുതി കണ്ടില്ലെന്ന് നടിക്കാനാവും? ഇതിനിടയിലും വന്ന വഴി മറക്കാത്ത ചിലരുണ്ട്. അവരാണ് എല്ലാം അവഗണിച്ച് ഇസ്രായേലിനെ കോടതി കയറ്റിയതും. നെൽസൺ മണ്ടേലയുടെ അതേ ദക്ഷിണാഫ്രിക്ക ഒരു വളച്ചുകെട്ടലും കൂടാതെ നയതന്ത്ര ഔപചാരികതകൾ തൊട്ടുതീണ്ടാതെ ഹേഗിലെ അന്താരാഷ്ട്ര കോടതി മുറിയിൽ ആ രാജ്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഗസയിൽ നടക്കുന്നത് എല്ലാ നിലക്കും വംശഹത്യ തന്നെയാണെന്ന്. സൗത്ത് ആഫ്രിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന ഈ വംശീയ ഹത്യക്കെതിരെ ലോക കോടതിയെ സമീപിച്ചപ്പോൾ നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് ഒരു വംശീയ ഹത്യയിലൂടെ നശിപ്പിക്കുക മാത്രമല്ല, ഗാസയിലുള്ള ആളുകളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട് അധിനിവേശപ്പെടുത്താനുള്ള തന്ത്രം തന്നെയല്ലേ ഇസ്രായേൽ തന്ത്രവുമായല്ലേ മുന്നോട്ട് പോകുന്നത് എന്ന് ലോകത്തിന് വെളിവാകുന്ന രംഗങ്ങളാണ്, വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇതിനു മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാനാവും? ലോക ജനത ഒന്നടങ്കം നിരാശരായി, ആകാംക്ഷ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഇത്രയും നമ്മൾ ലോകം മുന്നോട്ട് പോയി എന്ന് പറയുമ്പോൾ പോലും ഇത്രയും ദാരുണ സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ നമ്മുടെ മുന്നിൽ മിന്നിമറയുന്ന ടെലിവിഷനിലൂടെ വാർത്തകളായും ചിത്രങ്ങളായും മിന്നിമറയുമ്പോൾ ലോകത്തിന് പകച്ചു നോക്കി നിൽക്കാനേ ആവുന്നുള്ളൂ എന്നുള്ളത് എത്ര ഖേദകരമാണ്. നീണ്ട 3/4 നൂറ്റാണ്ടിലൂടെ ഫലസ്തീൻ ജനത അനുഭവിച്ചു വരുന്ന ഭീകരമുറകളുടെ അവസാന ലാപ്പ് മാത്രമാണ് ഗസയിൽ തുടരുന്നതെന്നും ആർജവത്വം നിറഞ്ഞ വാക്കുകളിൽ ദക്ഷിണാഫ്രിക്കൻ നിയമമന്ത്രി വിളിച്ചു പറഞ്ഞു. അതു കേൾക്കെ പലർക്കും ശരിക്കും പൊള്ളി, മുഖം തുടുത്തു. സൗത്ത് ആഫ്രിക്ക ഇതിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഒരു ഭാഗത്ത് വളരെ മനുഷ്യത്വരഹിതമായി സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വൃദ്ധന്മാരെന്നോ നിരപരാധികളെന്നോ സിവിലിയൻസ് എന്നോ യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ലാതെ ഫലസ്തീനി ജനതയെ മുഴുവൻ കൊന്നൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നു. രണ്ടാമത് അത് വംശഹത്യയുടെ ഒരു ലെവലിലേക്ക്, ആ ഒരു നിലവാരത്തിലേക്ക് അത് എത്തുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇസ്രായേലി നേതാക്കളുടെ പ്രഖ്യാപനങ്ങളാണ്. അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളാണ്. അവരിൽ പലരും, പ്രത്യേകിച്ച് ഇസ്രായേലി പ്രസിഡന്റ്, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ മന്ത്രി ഒക്കെ അടക്കമുള്ള ആളുകൾ ഗസയെ ഞങ്ങളൊരു ആളില്ലാത്ത ഭൂമിയാക്കി മാറ്റും. വംശഹത്യയല്ല, ആത്മരക്ഷാർത്ഥമുള്ള പ്രതിരോധ നടപടി മാത്രമാണ് ഗസയിലേതെന്ന് വാദിക്കുകയായിരുന്നു തുടർന്ന് ഇസ്രായേൽ. വർണ്ണവെറിയും ക്രൂരതയും ഒരുപാട് അനുഭവിച്ച നാടാണ് നെൽസൺ മണ്ടേലയുടെ ദക്ഷിണാഫ്രിക്ക.
അവർ തന്നെയാണ് ഗസയുടെ പോരാട്ടത്തിൽ ഇസ്രായേലിന് വിരുദ്ധമായി ശക്തമായ പ്രതിരോധം തീർക്കുന്നതും. കോടതി ഉത്തരവ് എന്തുമാകട്ടെ, ഇരകൾ ഒറ്റയ്ക്കല്ലെന്ന് ഉറപ്പിച്ചു പറയാനും പ്രയോഗത്തിൽ കാണിക്കാനും ദക്ഷിണാഫ്രിക്കയ്ക്കായി. അതിന് പിന്തുണ നൽകാൻ ചുരുക്കം ചില രാജ്യങ്ങൾക്കും. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ വീറ്റോ പവറുള്ള 5 രാജ്യങ്ങളുണ്ട്. US, UK, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം തന്നെ ചൈനയും. ഇതിൽ ഏതെങ്കിലും ഒരു രാജ്യം ഇതിന് എതിരായി നിന്ന് കഴിഞ്ഞാൽ സെക്യൂരിറ്റി കൗൺസിൽ നമുക്കൊരു കാരണവശാലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊരു പ്രഹസനം മാത്രമാണ് എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇൻ്റർനാഷണൽ സമൂഹത്തിൻ്റെ മുമ്പിൽ, ഓർഗനൈസേഷൻ്റെ മുമ്പിൽ ഇതിലൊരു ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ ഇവർക്കുള്ള സഹായഹസ്തം കിട്ടുമല്ലോ എന്നുള്ള ഒരു ധാരണയിലാണ് ദക്ഷിണാഫ്രിക്ക ഈ കേസുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. യമനിലെ ഹൂത്തികളാണ് ഗസ ആക്രമണത്തെ ലോകതലത്തിലേക്ക് കൊണ്ടുവന്ന മറ്റൊരു കൂട്ടർ. ചെങ്കടൽ മുഖേനയുള്ള ഇസ്രായേൽ കപ്പലുകൾക്ക് വിലക്ക് പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയുമായിരുന്നു ഹൂത്തികൾ. ആദ്യം നിസ്സാര പ്രതിരോധം മാത്രമായി കണ്ടു പലരും ഈ നീക്കത്തെ. പിന്നീടാണ് അതിൻ്റെ വൈപുല്യം തിരിച്ചറിഞ്ഞത്. ആടിയുലയുന്ന ഇസ്രായേൽ സമ്പദ്ഘടനയ്ക്ക് കപ്പലുകളുടെ വഴിമാറ്റം വലിയ പ്രശ്നമായി. ഇസ്രായേൽ തന്നെ പ്രശ്നം നേരിട്ട് ഇടപെട്ട് തീർക്കാൻ തുനിഞ്ഞാൽ യുദ്ധവ്യാപ്തി കൂടുമെന്ന ഉറപ്പിലാണ് അമേരിക്കയും ബ്രിട്ടനും ഇറങ്ങിത്തിരിച്ചത്. യമൻ കേന്ദ്രങ്ങളിൽ നടന്ന ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്നാണ് ഹൂത്തികളുടെ ഭീഷണി. ഭൂരിഭാഗം കപ്പലുകളും ഇപ്പോൾ ചെങ്കടൽ ഉപേക്ഷിക്കേണ്ട അവസ്ഥ വന്നുപെട്ടിരിക്കുന്നു. യുദ്ധം എപ്പോൾ വേണമെങ്കിലും കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുമെന്ന ആശങ്കയാണ് ഒമാൻ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങൾ പങ്കുവെക്കുന്നതും. ഹൂത്തികൾ നടത്തിയിരിക്കുന്ന ഏതാണ്ട് ഒരു മാസക്കാലത്തോളമായി ഏതൻ കടലിടുക്കിലും അതുപോലെ അറേബ്യൻ ചെങ്കടലിലുമൊക്കെയായി ചരക്ക് കപ്പലുകൾക്ക് നേരെ നടത്തിയിട്ടുള്ള 100ഓളം മിസൈൽ അറ്റാക്കുകൾ നമുക്ക് ആർക്കും തന്നെ നീതീകരിക്കാനാവുന്നതല്ല. ഇസ്രായേലിനെതിരെയാണെന്ന് പറഞ്ഞാൽ പോലും അത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ഹൂത്തികൾ ഈ രംഗത്ത് സഖ്യസേനയ്ക്കെതിരെ തിരിച്ചടി നൽകുമെന്ന് പറയുമ്പോൾ ഇസ്രായേലിനെതിരെയുള്ള രോഷം, അതായത് പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധഭൂമിയിലേക്ക് മാറ്റുമോ എന്നുള്ള ഭയവും കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ ഒരു യുദ്ധം അവസാനിച്ചതേയുള്ളൂ. എല്ലാ സമ്പന്നതകളും നിറഞ്ഞ യമനെ പശ്ചിമേഷ്യയിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രമാക്കി തീർത്തതിൽ ആ യുദ്ധത്തിന് ചെറിയ പങ്കല്ല ഉള്ളത്. സമാധാനപൂർണമായ ഒരു അധ്യായത്തിലേക്ക് കാര്യങ്ങൾ തിരിച്ചെത്തുമെന്ന് കരുതിയിടത്തു നിന്നാണ് സംഘർഷം വീണ്ടും ചെങ്കടലിനെ പൊള്ളിക്കുന്നത്. വികസന പദ്ധതികളും തൊഴിൽ മേഖലകളും ഉണർവ് തേടുന്ന ഈ ഘട്ടത്തിൽ ഗൾഫ് തികഞ്ഞ ആശങ്കയോടെയാണ് പുതിയ കാലുഷ്യത്തെ നോക്കിക്കാണുന്നതും. സമാധാനത്തിനായി സൗഹൃദ വൻശക്തി രാജ്യങ്ങളോട് അവർ കെഞ്ചുന്നതും വെറുതെയല്ല. സമാധാനവും പുരോഗതിയുമാണ് ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നീക്കങ്ങളെ അതിശക്തമായി അവർ അപലപിക്കുന്നതും. ഗസയുടെ 100 ദിനം എന്നത് പശ്ചിമേഷ്യയുടെ തിരിച്ചിറക്കത്തിൻ്റെ വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഗസയിലെ തീരാദുരിതങ്ങൾ ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്കപ്പുറം നിരവധി മാനങ്ങളുള്ള ഒന്നാണെന്ന് ലോകം ഇനിയും ഉൾക്കൊണ്ടിട്ടില്ല. പക്ഷേ എല്ലാവരും വിലയൊടുക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ മാത്രമാകും ഗസ ചെറിയൊരു തുണ്ട് ഭൂമി മാത്രമല്ലെന്ന് എല്ലാവർക്കും ബോധ്യമാകുക. ഒന്നുറപ്പാണ്, ഒടുവിലത്തെ ചിരിച്ചിരിക്കുന്നത് ആയുധ വിപണിയെ നിയന്ത്രിക്കുന്നവർ മാത്രമായിരിക്കും. ചെറിയൊരു ബ്രേക്ക്, ഉടൻ തിരിച്ചെത്തും.